ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കള എപ്പോഴും ക്ലീൻ ആയിട്ട് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ദിവസേന ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് ആ ശീലങ്ങൾ എന്നറിയാൻ വീഡിയോ കണ്ടു നോക്കൂ. അടുക്കളയ്ക്ക് ഒരു ക്ലീൻ ലുക്ക് തരാനായിട്ട് നമ്മൾ ഓരോ തവണ മീൽ പ്രിപ്പറേഷൻസ് കഴിയുമ്പോൾ കഴുകാനുള്ള പാത്രങ്ങൾ നമുക്ക് കഴുകാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളത് സിങ്കിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. കഴുകാനുള്ള പാത്രങ്ങൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്നത് വിഷ്വൽ ക്ലട്ടർ ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ടിപ്പ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓരോ തവണ കുക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റും അതുപോലെ ഉള്ളിയുടെയും സവാളയുടെയും ഒക്കെ തൊലിയൊക്കെ നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് വൃത്തികേടായിട്ട് കിടക്കുന്ന മാത്രമല്ല, പിന്നീട് നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് എക്സ്ട്രാ ഒരു സമയം എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒരു വലിയ പ്രോസസ്സായിട്ട് മാറും. ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാനായിട്ട് പെട്ടെന്ന് എടുക്കുന്ന രീതിയിൽ തന്നെ ഒരു ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ബൗളോ എന്തെങ്കിലും നമുക്ക് കിച്ചൺ ക്യാബിനറ്റിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിലോ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് വയ്ക്കാം. ഓരോ തവണ നമ്മൾ മീൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ബൗളോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ തന്നെ ആയിക്കോട്ടെ, ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഈ സ്കിന്നൊക്കെ കളക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കളയുവാനും എളുപ്പമായിരിക്കും. അങ്ങനെ കൗണ്ടർ ടോപ്പിൽ വേറെ വേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് എപ്പോഴും ഒരു നീറ്റോ ക്ലീൻ ലുക്ക് തരാനായിട്ട് ഈ ഒരു ടിപ്പും ഹെൽപ്പ് ചെയ്യും. മിക്കപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇതുപോലത്തെ സ്പില്ലേജസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ മിസ്റ്റേക്ക് അല്ല, അത് അറിയാതെ പറ്റിപ്പോകുന്നതാണ്. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതുപോലെ സ്പില്ലേജസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് വൃത്തിയാക്കാനായിട്ട് പിന്നീട് ഒരു സമയം നിശ്ചയിക്കാതിരിക്കാം. അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം സ്പില്ലേജസ് അപ്പം തന്നെ ക്ലീൻ ചെയ്തു പോവാം. അത് പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരു സ്റ്റെയിനായിട്ട് സ്റ്റൗവിലൊക്കെ പറ്റിപ്പിടിക്കും. പിന്നീട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ടാസ്ക് ആയിട്ട് മാറും. അപ്പം ഇതുപോലെ ആക്സിഡൻ്റൽ സ്പില്ലേജസ് അപ്പം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടാം നമുക്ക്. സ്പൈസ് കണ്ടെയ്നേഴ്സിലും അതുപോലെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ എക്സ്ട്രാ സ്റ്റെയിൻ ഒഴിവാക്കാനായിട്ട് സിങ്കിനോട് അടുത്ത് തന്നെ ഒരു കിച്ചൺ ടവല് ഹാങ് ചെയ്തിടാം. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം കൈ കഴുകി ഈ ടവലിൽ കൈ തുടച്ചതിന് ശേഷം കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് എടുക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ലീനിങ്ങിന് നമുക്ക് ആവശ്യമുള്ള ക്ലീനിങ് സൊല്യൂഷനും അതുപോലെ തുണിയോ തുടയ്ക്കാൻ ആവശ്യമുള്ള തുണിയൊക്കെ നമ്മൾ പെട്ടെന്ന് കിച്ചൺ കൗണ്ടർ ടോപ്പിന് താഴെ തന്നെ ക്യാബിനറ്റ്സിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കൈ എത്തുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്പില്ലേജസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നീട് അത് നമ്മൾ തേടി അല്ലെങ്കിൽ ദൂരെ പോയി അത് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മടിയാവും. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺസ്, സ്പാച്ചുലാസ് ഒക്കെ ഡയറക്റ്റ് സ്റ്റൗവിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഒക്കെ വെക്കുന്നത് അവിടെ സ്റ്റെയിൻസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്കൊരു സ്പൂൺ റെസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് മുകളിൽ സ്പാച്ചുലാസ്, സ്പൂൺസ് ഒക്കെ വെക്കാം. ചിലർ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് രാത്രി സമയമായിരിക്കും ചൂസ് ചെയ്യുക. അതായത് രാത്രി എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കും. പക്ഷെ കിച്ചൺ ഓരോ തവണ മീൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴും ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ രാത്രി സമയം ഒരുപാട് സമയം കിച്ചണിൽ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാറില്ല. ഇങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പും അതുപോലെ സ്റ്റൗവും ഓരോ പ്രിപ്പറേഷൻസിന് ശേഷം ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അപ്ലയൻസസ്, മിക്സി അതുപോലെ സ്പൈസ് കണ്ടെയ്നേഴ്സും ഒന്ന് ഓടിച്ച് തുടച്ചു വെക്കാം. അതുകൊണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേക ഒരു ദിവസം മുഴുവൻ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരില്ല. മൊത്തത്തിൽ ഓവറോൾ നമ്മുടെ കിച്ചണിന് ഒരു ക്ലീൻ ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ നമ്മൾ ആക്സിഡൻ്റൽ സ്പില്ലേജസിൻ്റെ കാര്യം പറഞ്ഞു. അതായത് നമ്മൾ അറിയാതെ നമുക്കുണ്ടാവുന്ന സ്പില്ലേജുകളാണ് അതൊക്കെ. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ഐറ്റംസ് താഴെ വീഴും എന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് തന്നെ ഒഴിവാക്കാവുന്നതാണ് കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇതുപോലെ ഗ്രോസറീസ് വാങ്ങി വന്നിട്ട് അത് നമ്മൾ കണ്ടെയ്നറിൽ നിറച്ച് വെക്കുന്ന സമയത്ത് ഈ പൊടികളൊക്കെ കുറച്ച് താഴെയൊക്കെ വീഴും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ഇതുപോലെ ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും താഴെ വിരിച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് റീഫിൽ ചെയ്ത് വെക്കാം. കൗണ്ടർ ടോപ്പ് മുഴുവൻ തുടയ്ക്കുന്നതിന് പകരമായിട്ട് ആ പേപ്പറോ അല്ലെങ്കിൽ ടവലോ ഒന്ന് എടുത്ത് കൊട്ടി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും.
സിമിലർ ആയിട്ട് കൗണ്ടർ ടോപ്പ് വൃത്തികേടാവുന്ന മറ്റൊരു വഴിയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടി കൗണ്ടർ ടോപ്പിലൊക്കെ വീഴുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും ഇതുപോലെ ചപ്പാത്തി റോളർ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പേപ്പർ താഴെ വിരിച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ചപ്പാത്തി റോളർ വെച്ച് ചപ്പാത്തി പരത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഗോതമ്പ് പൊടി എക്സ്ട്രാ വീഴുന്നതൊക്കെ കൗണ്ടർ ടോപ്പിൽ വീഴുന്നതിന് പകരം ഇതുപോലെ ഈ പേപ്പറിലേക്ക് കളക്ട് ചെയ്യും. പിന്നീട് ആ പേപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് പതുക്കെ തുടച്ചു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിട്ടിരിക്കും. അടുക്കള ക്ലീനിങ് കൂടുതൽ ഈസി ആക്കാനായിട്ട് പ്രിവെൻഷൻ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഓയിൽ ഡിസ്പെൻസേഴ്സ് ഇതുപോലെ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പേപ്പറോ അതിനുള്ളിൽ വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് ഓയിൽ ഡിസ്പെൻസർ വെക്കാം. ഓയിൽ ഡിസ്പെൻസറിൻ്റെ താഴേന്ന് ഓയിലിൻ്റെ മാർക്ക് അപ്പോൾ നേരിട്ട് ബാസ്ക്കറ്റിലേക്ക് ആവുന്നത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വിരിക്കുന്നത് സഹായിക്കും. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ മാറ്റി കൊടുത്താൽ മതിയാവും, ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് മസാല ഡബ്ബയുടെ ഉള്ളിലും സെപ്പറേറ്റ് ഓരോ ഐറ്റംസ് നമ്മളിങ്ങനെ സെക്ഷൻസിൻ്റെ ഉള്ളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അതിനുള്ളിലൊക്കെ കുറച്ച് വീഴും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറോ വിരിച്ചിട്ട് അതിന് മുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി വൃത്തിയാക്കി കൊടുത്താൽ മതിയാവും. മസാല ഡബ്ബയുടെ ഉള്ളിൽ അഴുക്കൊന്നും ആവില്ല. അടുക്കളയ്ക്ക് എപ്പോഴും ഒരു ക്ലീൻ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നമ്മൾ മിനിമലായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വൃത്തിയാക്കൽ വളരെ ഈസി ആയിരിക്കും. വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാത്രമല്ല, വൃത്തിയാക്കാനും ഡയറക്റ്റ് നമ്മൾ ഐറ്റംസ് കൗണ്ടർ ടോപ്പിൽ വെക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇതുപോലെ ഓർഗനൈസറുകളുടെ ഉള്ളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. കൗണ്ടർ ടോപ്പിൻ്റെ കോർണറുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാകുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. സാധനങ്ങൾ കുത്തി നിറച്ച് കൗണ്ടർ ടോപ്പിലും അതുപോലെ ഡ്രോയേഴ്സിലൊക്കെ വെക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രം കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ കയ്യിലുള്ളതും എന്നാൽ നമ്മൾ ഉപയോഗിക്കാത്ത ഐറ്റംസ് എക്സ്ട്രാ ഉള്ളതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ മാറ്റി വേറൊരു ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് തന്നെ മാറ്റി നമുക്ക് വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ആവശ്യമുള്ള ഐറ്റംസ് മാത്രം നമ്മൾ അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത് അടുക്കളയ്ക്ക് വിഷ്വലി ഒരു ക്ലട്ടർ ഫ്രീ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുക്കള എപ്പോഴും ക്ലീനും ക്ലിയറുമായിട്ടിരിക്കാനായിട്ട് ദിവസേന നമുക്ക് ഫോളോ ചെയ്യാവുന്ന ചില സിമ്പിൾ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.